തിരയടങ്ങാത്ത കടല് പോലെയാണ് ഇന്നും ആലപ്പാട്. ദുരന്തത്തിന്റെ നടുക്കം ആലപ്പാട്ടുകാരെ വിട്ടൊഴിഞ്ഞിട്ടില്ല. 2004 ഡിസംബർ 26 ഉച്ചയോടെ സുനാമിയുടെ രൂപത്തിലാണ് തിരമാലകൾ ആലപ്പാട്ടെ തീരത്തേക്ക് അടിച്ചു കയറിയത്. മരിച്ചവരിലേറെയും വൃദ്ധരും സ്ത്രീകളും കുട്ടികളുമായിരുന്നു. ദേശീയ ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. 100 കോടി രൂപ ഉടൻ അനുവദിച്ചു. കരുനാഗപ്പള്ളി താലൂക്കിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി TS കനാലിനും അറബിക്കടലിനുമിടയിൽ 19 കിലോമീറ്റർ നീളത്തിൽ നീണ്ടുകിടക്കുന്ന പ്രദേശമാണ് ആലപ്പാട്. കടലിനെ ആശ്രയിച്ചു ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ അധിവസിക്കുന്ന പ്രദേശം. അശാസ്ത്രീയമായ ഖനനവും ദീർഘവീക്ഷണമില്ലാത്ത കടൽഭിത്തി നിർമ്മാണവും മൂലം ഭൂരിഭാഗം പ്രദേശവും മുൻപേ കടലെടുത്തു പോയിരുന്നു. അവശേഷിക്കുന്ന തുരുത്തിലെ ഗ്രാമജീവിതത്തിനു മേലേക്കാണ് സുനാമി ദുരന്തം പെയ്തിറങ്ങിയത്. 142 ജീവൻ നഷ്ടമായി. കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് ദുരന്തത്തിനിരയായത്. 1000-ഓളം കുടുംബങ്ങൾ പൂർണ്ണമായും ദുരിതത്തിലായി. 3000-ലേറെ വീടുകൾക്ക് ഭാഗികമായി നാശനഷ്ടം നേരിട്ടു. ആലപ്പാടിന്റെ വടക്കൻ മേഖലകളായ കുഴിത്തുറ, പറയക്കടവ്, ശ്രായിക്കാട്, അഴീക്കൽ എന്നിവിടങ്ങളിലാണ് സുനാമി കൂടുതൽ ദുരിതം വിതച്ചത്. ഈ പഞ്ചായത്തിനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലം മാത്രമേ ഉണ്ടായിരുന്നു എന്നത് അപകടത്തിന്റെ തോത് വർദ്ധിപ്പിച്ചു. ദുരന്തത്തിന്റെ പ്രതീകമായി നിലനിൽക്കുന്ന അഴീക്കലെ സ്മൃതി മണ്ഡപത്തിൽ എല്ലാം ആലേഖനം ചെയ്തിട്ടുണ്ട്. 25 അടി പൊക്കമുള്ള സുനാമി സ്തംഭം ദുരന്തത്തിന്റെ നേർക്കാഴ്ചയായി നിലകൊള്ളുന്നു. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ കൂട്ടത്തോടെ സംസ്കരിച്ച മണ്ണിലാണ് ഈ സ്തംഭം തീർത്തിരിക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24. വാർത്തകളുടെ ലോകത്ത് വജ്രമൂർച്ചയുമായി എത്തിയ 24 ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും സ്മാർട്ട് ടിവിയിലും. DTHO കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ 24 ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററിംഗിലൂടെ 24 നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ HD ദൃശ്യമികവിൽ ഇപ്പോൾ ആസ്വദിക്കാം. 24 നിലപാടുകളിൽ സത്യസന്ധത. This is 24.